ഗുജറാത്ത് സമുദ്രതീരത്തിന് സമീപം 18,000 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപത്ത് നിന്നാണ് 300 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഗുജറാത്ത് തീരത്ത് നടന്നിരിക്കുന്നത് വൻ ലഹരിവേട്ട തന്നെയാണ്. ഇതിന്റെ സ്രോതസ് സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ എവിടെ നിന്നാണ് ഇത് എത്തിയതെന്ന് സംബന്ധിച്ചിടത്തോളം വിവരങ്ങളൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ ഗുജറാത്ത് ATS, ഗുജറാത്തിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും തമ്മിൽ സംയുക്തമായി നടത്തിയ ഒരു തെരച്ചിലാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടക്കുന്നത്. കഴിഞ്ഞ അതായത് ഏപ്രിൽ 12-13 ദിവസങ്ങളിലാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഈ മേഖലയിൽ, അതായത് ഗുജറാത്തിൻ്റെ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു തെരച്ചിൽ ഊർജിതമാക്കുന്നത്. അങ്ങനെ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഒരു ബോട്ട് അവിടെ കാണുന്നത്. ഈ ഒരു ബോട്ട് എന്താണെന്ന് അവിടെ കണ്ടതിനെ തുടർന്ന് ഈ സംഘം അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഈ ബോട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ കടലിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അതായത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്ക് അടുത്ത് വെച്ചാണ് ഈ ബോട്ട് കാണുന്നത്. സംശയാസ്പദ നിലയിലായിരുന്നത് കൊണ്ട് തന്നെ ഈ ബോട്ടിനടുത്തേക്ക് കോസ്റ്റ് ഗാർഡ് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഈ ലഹരി വസ്തുക്കൾ മുഴുവൻ കടലിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഇന്ത്യയുടെ സമുദ്രാതിർത്തിയും കടന്ന് ഈ സംഘം കടന്നു കളയുകയായിരുന്നു. അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഗുജറാത്ത് ATSും കൂടെ സംയുക്തമായി നടത്തിയ തെരച്ചിൽ നിന്നാണ് ഈ കടലിൽ നിന്ന് ഈ 300 കിലോയോളം വരുന്ന ഡ്രഗ്സ് വീണ്ടെടുക്കുന്നത്. എന്തായാലും ഇതിൽ ഏത് തരത്തിലേക്കുള്ള ലഹരി മരുന്നാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ട് മാത്രമേ ഉള്ളൂ. നമുക്കറിയാവുന്നതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലഹരി മരുന്നിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കടത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നൊരു പ്രധാന സ്ഥലമാണ് ഈ ഗുജറാത്തിൻ്റെ തീരം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2024 ഏകദേശം 3300 കിലോയോളം ലഹരി മരുന്നാണ് പിടികൂടിയതെങ്കിൽ 2023 അത് 700 കിലോയോളമായിരുന്നു. അങ്ങനെ പലപ്പോഴായി വലിയ തോതിലുള്ള ലഹരി മരുന്നുമായി എത്തുന്ന സംഘങ്ങളെ ഒക്കെ തന്നെ ഈ ഗുജറാത്തിൻ്റെ സമുദ്ര അതിർത്തി വെച്ച് പിടികൂടാറുണ്ട്. എന്തെങ്കിലും അങ്ങനെ നടത്തിയൊരു പരിശോധനയിലാണ് നിലവിലിപ്പോൾ ഈ 300 കിലോ വരുന്ന ലഹരി മരുന്ന് പിടികൂടിയിട്ടുള്ളത്. ലക്ഷ്മി. മനീഷ് ഐഷ മാത്യു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.